Hi all, I'm Sachin Skaria, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫാക്കൽറ്റി ആയിട്ട് ഡ്രീം ലിറ്റർ. ഇന്ന് 2026 മാർച്ച് സെഷൻ എക്സാമിന്റെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ പ്രീ മോക്കിന്റെ സി സെക്ഷൻ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യന്റെ ഡീബ്രീഫിംഗ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് വൈകാതെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സി സെക്ഷനിൽ ഷുവറായിട്ടും വരാൻ പോകുന്ന 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ അതിന്റെ മോക്ക് എക്സാമിലെ സി സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിക്കാം. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് സിനാരിയോ തന്നിട്ടുണ്ട്. വർക്ക് സ്റ്റെപ്പ് എന്ന കമ്പനിയെ കുറിച്ചാണ് തന്നിരിക്കുന്നത്, ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നാണ് ഇവിടെ ഇന്റർപ്രിട്ടേഷൻ മോഡൽ എങ്ങനെയാ വെച്ചാൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സെയിം പീരീഡിലുള്ള രണ്ട് കമ്പനികൾ തമ്മിലുള്ള റേഷ്യോ കമ്പയർ ചെയ്യാനാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ. ഇപ്പോൾ രണ്ട് കമ്പനി ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓൾറെഡി ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് റേഷ്യോസ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റു കമ്പനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് കമ്പയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം 3 റിക്വയർമെന്റ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് റിക്വയർമെന്റ് 5 മാർക്സിന്റെ ആണ്. ഫസ്റ്റ് റിക്വയർമെന്റ് പറയുന്നത് എന്താണ്, റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 5 മാർക്സ്. നമുക്ക് ഓൾറെഡി എന്താണ് പ്രീ ഫോർമാറ്റഡ് ടേബിൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ വർക്കിങ്സും നമ്മുടെ റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ബി സെക്ഷനിലെ പാർട്ട് ബി ക്വസ്റ്റ്യൻ വരുന്നതാണ് നമ്മുടെ അനലൈസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. നമ്മുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസും അതുപോലെ തന്നെ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻസി ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ അനലൈസ് ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്ത് കൊടുക്കാനാണ് തന്നിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 4 മാർക്കിന്റെ റിക്വയർമെന്റ് ആണ്. 4 ലിമിറ്റേഷൻസ് ഓഫ് ദി യൂസ് ഓഫ് റേഷ്യോ അനാലിസിസ്. അപ്പൊ റേഷ്യോ അനാലിസിന്റെ 4 ലിമിറ്റേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 4 ലിമിറ്റേഷൻസ്, റേഷ്യോ അനാലിസിന്റെ 4 ലിമിറ്റേഷൻസ് ആണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ടോട്ടൽ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് റിക്വയർമെന്റ് നമ്മളിവിടെ നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ മതി, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്ക് സിനാരിയോ നമുക്കൊന്ന് വായിക്കാം. Workstep Company, a footwear retailer, changed its sales strategy at the start of the financial year ended 31st December 2025. As a result, the company closed the majority of its retail stores during 2025 and transitioned to an e-commerce business model. Although its main focus is now on online sales, Workstep Company retained 4 outlets in key cities to be operated as flagship stores to ensure its brand visibility. അപ്പോൾ നമ്മുടെ വോക്സ്റ്റെപ്പ് എന്നൊരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഇവിടെ ഫൈനാൻഷ്യൽ സ്ട്രാറ്റജി, അവരുടെ സെയിൽസ് സ്ട്രാറ്റജി അവരെന്ത് ചെയ്തു, അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ 31st December 2025 ഫൈനാൻഷ്യൽ ഇയറിലെ അവർ സ്ട്രാറ്റജി അവർ ചേഞ്ച് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ റീറ്റെയിൽ സ്റ്റോറുകളെല്ലാം ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, സെയിൽ നടത്തി. എന്തിലോട്ടാണ്, അവർ ഇ കോമേഴ്സിലോട്ടോ അവർ ഓൺലൈനിലേക്ക് അവരുടെ സെയിൽസ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരുടെ റീറ്റെയിൽ സ്റ്റോർ മാത്രം ഉണ്ടായിരുന്നതാണ്, അവരിപ്പോൾ എന്താണ് ഒരു ഇ കൊമേഴ്സ് അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് അവരുടെ സെയിൽസ് കൊണ്ടുവന്നു. പിന്നെ എന്താണ്, അവരൊരു 4 ഔട്ട്ലെറ്റ്സ് എന്ത് ചെയ്താണ്, സിറ്റിയുടെ നമ്മുടെ കീ സിറ്റീസിലുള്ള 4 ഔട്ട്ലെറ്റ്സ് മാത്രം അവർ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം അവർ വിറ്റെന്നാണ് പറയുന്നത്. അവർ 4 ഷോപ്പ് ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർസ് ആയിട്ട് ഈ കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർസ് ആയിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് വിസിബിലിറ്റിക്ക് വേണ്ടി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വർക്ക്സ്റ്റെപ്പ് കമ്പനി മെയിൻ കോമ്പറ്റേറ്റർ സിറ്റി ഫിറ്റ് കമ്പനി. അപ്പം വർക്ക്സ്റ്റെപ്പ് കമ്പനിയുടെ മെയിൻ കോമ്പറ്റേറ്റർ എന്തായാണ്, സിറ്റി ഫിറ്റ് ആണ്. അപ്പൊ ഈ സിറ്റി ഫിറ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യാൻ വേണ്ടി ഉള്ളത്. ഹാസ് നോട്ട് എംബ്രേസ്ഡ് ഇ കോമേഴ്സ്, ഇറ്റ് കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ് എ ലാർജ് നെറ്റ്വർക്ക് ഓഫ് ഫിസിക്കൽ സ്റ്റോർസ്. അപ്പം സിറ്റി ഫിറ്റിനെ സംബന്ധിച്ചോളം അവരെന്താണ്, അവർ ഇ കോമേഴ്സിലോട്ട് വന്നിട്ടില്ല. അവര് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അവര് ചെയ്യുന്നത് ഫിസിക്കൽ സ്റ്റോർസ് ആണ് നമുക്കുള്ളത്. അപ്പം വർക്ക്സ്റ്റെപ്പിനെ സംബന്ധിച്ചോളം അവരെന്ത് ചെയ്തു, ഫിസിക്കൽ സ്റ്റോറിൽ നിന്ന് ഓൺലൈനിലേക്ക് വന്നു. ഇവരെന്താണ് ഫിസിക്കൽ സ്റ്റോറിലേക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ സിറ്റി ഫിറ്റ് കമ്പനി. എക്സ്ട്രാക്ട് ഫ്രം ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് വർക്ക്സ്റ്റെപ്പ് കമ്പനി ഫോർ ദ ഇയർ ended 31st December 2025 ആർ പ്രൊവൈഡഡ് ബിലോ along with the comparative ratios for സിറ്റി ഫിറ്റ് കമ്പനി. ഇവിടെ
വോക്സ്റ്റപ്പ് കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ SOP തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് തന്നിട്ടുണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2025. റവന്യൂ, കോസ്റ്റ് ഓഫ് സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി നമുക്ക് ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. SOP ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഓപ്പറേറ്റീവ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റും PBIT എല്ലാം അതിൽ നമുക്ക് പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ SOP തന്നിട്ടുണ്ട്, ഫൈനാൻഷ്യൽ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. വോക്സ്റ്റപ്പ് കമ്പനിയുടെ നോൺ കറന്റ് അസറ്റ്സ് തന്നിട്ടുണ്ട്, കറന്റ് അസറ്റ്സും നമുക്ക് ഇതുപോലെ തന്നിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്ന് അസറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് എന്ത്, നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് ആണ് അവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്ലാന്റ് പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റിനെക്കാളിലും അല്ലെങ്കിൽ ഇൻറ്റാഞ്ചിബിൾ അസറ്റിനെക്കാളിലും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിനെക്കാളിലും കൂടുതലായിട്ട് ഇവിടെ എന്താണുള്ളത് 28 ബില്യൺ, അതായത് 20,000 നമുക്ക് ഫിഗർ തന്നിരിക്കുന്നത്. 28 ബില്യൺ ആണ് ഇവിടെ ഉള്ളത് എന്ത്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ഓക്കെ, സാധാരണ ഒരു നോർമൽ സിറ്റുവേഷൻ അല്ല അത്. അപ്പൊ അതിന് ഡീറ്റെയിൽസ് എന്തായിരിക്കും, നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് അതിനുള്ള റീസൺ ഒക്കെ തന്നിട്ടുണ്ടാവാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് നമുക്ക് നോർമലി തന്നിട്ടുണ്ട്. ഓക്കെ, സിറ്റി ഫീഡ്സ് കമ്പനീസ് ഫൈനാൻഷ്യൽ ഇയർ ഓൾസോ എൻഡ്സ് ഓൺ 31st December 2025. അപ്പൊ ഫൈനാൻഷ്യൽ ഇയർ ഒക്കെ സെയിം ആണ് രണ്ട് കമ്പനിയുടെ. ദിസ് റവന്യൂ ഫോർ ദ ഇയർ വാസ് $110 million. അപ്പൊ എന്താണ്, 110 മില്യൺ ആണ് ഡോളറാണ് ആരുടെ റവന്യൂ, സിറ്റി ഫിറ്റ് കമ്പനിയുടെ റവന്യൂ. നമ്മുടെ റവന്യൂ എത്രയാണ്, നമ്മുടെ 96 മില്യൺ ആണ് നമ്മുടെ വോക്സ്റ്റപ്പിന്റെ റവന്യൂ. അപ്പൊ അറൗണ്ട് എന്താണ് ഒരു 14 മില്യൺ റവന്യൂവിൽ ആർക്കാണ് കൂടുതൽ, സിറ്റി ഫിറ്റ് കമ്പനിക്കാണ് കൂടുതൽ. നമുക്കത് റേഷ്യോ തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, അസറ്റ് ടേൺ ഓവർ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റവന്യൂ പെർ എംപ്ലോയി, കറണ്ട് റേഷ്യോ, ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ്, റിസീവബിൾസ് കളക്ഷൻ പീരീഡ്, പേയബിൾസ് പേയ്മെന്റ് പീരീഡ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ റേഷ്യോസ് ഓൾറെഡി സിറ്റി ഫിറ്റ് കമ്പനിയോട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളതോടെ ക്വസ്റ്റ്യൻ എയിലെ റിക്വയർമെന്റ് എന്തായിരുന്നു, ഇതിന് സെയിം ആയിട്ടുള്ള നമ്മുടെ വോക്സ്റ്റപ്പ് കമ്പനിയുടെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് പാർട്ടിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഓൾറെഡി നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, പ്രീ ഫോർമാറ്റഡ് ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് വർക്കിംഗ്സും വോക്സ്റ്റപ്പ് കമ്പനിയുടെ മാത്രം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻ കൂടെ വായിക്കാം. വോക്സ്റ്റപ്പ് കമ്പനി frequently uses promotional discounts to incentivize customers to make purchases on its e-commerce platform. അപ്പൊ എന്താണ്, വോക്സ്റ്റപ്പ് കമ്പനി ഇ-കൊമേഴ്സിലോട്ട് മാറിയതേ ഉള്ളൂ. നമ്മുടെ റീറ്റെയിൽ സ്റ്റോറിൽ നിന്ന് ഇ-കൊമേഴ്സിലോട്ട് മാറി. അപ്പൊ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ ആര് കൊടുക്കുന്നുണ്ട്, വോക്സ്റ്റപ്പ് കമ്പനി കൊടുക്കുന്നുണ്ട്. ഫ്രീക്വന്റ് ആയിട്ടുള്ള പ്രൊമോഷണൽ ഡിസ്കൗണ്ട്സ് ആയിട്ട് ഇവര് ഇൻസെന്റീവ് ആയിട്ടും ഇവർ കൊടുക്കുന്നുണ്ട്. വോക്സ്റ്റപ്പ് കമ്പനി കസ്റ്റമേഴ്സ് മസ്റ്റ് മേക്ക് full payment when they order goods online or buy them in store. Credit is not provided. അപ്പോൾ വോക്സ്റ്റപ്പ് കമ്പനി എന്താണ്, ഫുൾ ക്യാഷ് പേയ്മെന്റ്സ് മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റിൽ ആരും ചെയ്യുന്നില്ല. വോക്സ്റ്റപ്പ് കമ്പനി ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. ക്രെഡിറ്റ് കൊടുക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കാൻ എന്താണ്, അവിടെ റിസീവബിൾസ് ഉണ്ടാകത്തില്ല. അവിടെ റിസീവബിൾസ് പേയ്മെന്റ് ബില്ലിനൊക്കെ അഫക്ട് ചെയ്യുന്നതാണ്. അത് അവിടെ സംബന്ധിച്ചോളം എന്താണ്, അവർക്ക് റിസീവബിൾസ് ഇവിടെ നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ കറണ്ട് അസറ്റ്സിലൊന്നും റിസീവബിൾസ് ഒന്നുമില്ല. ട്രേഡ് റിസീവബിൾസ് ഇവിടെ എന്താണ്, ഇല്ലാണ്, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ നോട്ട്സ് നമുക്ക് മനസ്സിലാക്കാം. Although it is Vokstep company's main competitor in the retail market, CityFit company also generates 30% of its revenue from wholesale credit sales to other retailers. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്, വോക്സ്റ്റപ്പ് കമ്പനിയുടെ മെയിൻ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള CityFit കമ്പനി പക്ഷെ എന്താണ്, ക്യാഷ് ബേസ് മാത്രമല്ല, അവര് 30% ഓഫ് അവരുടെ സപ്ലൈ എന്താണ്, അവര് ക്രെഡിറ്റ് ബേസ്ഡ് ആണ്. അപ്പൊ 30% അവര് ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എന്താണ്, റിസീവൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന മറ്റൊരു ഇൻഫോർമേഷൻ എന്താണ്, ഹോൾസെയിൽ ക്രെഡിറ്റ് സെയിൽസ് ടു അതർ റീറ്റെയിലേഴ്സ്. അപ്പം വോക്സ്റ്റപ്പ് കമ്പനിയെ സംബന്ധിച്ചോളം അവർ ഡയറക്ട്ലി കസ്റ്റമേഴ്സുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷെ CityFit കമ്പനിയെ സംബന്ധിച്ചോളം ഇവരെന്താണ്, റീറ്റെയിലേഴ്സിനും കൊടുക്കുന്നുണ്ട്, കസ്റ്റമേഴ്സിനും കൊടുക്കുന്നുണ്ട്. അപ്പം B2B ട്രാൻസാക്ഷൻ ഉണ്ട്, B2C ട്രാൻസാക്ഷനും CityFit കമ്പനി ചെയ്യുന്നുണ്ട്. During 20XY, Vokstep company sold the majority of its owned retail stores, recognizing a significant total gain on the disposals.
അപ്പൊ എന്താണ് പറയുന്നത്, മെജോറിറ്റി ഓഫ് ദി റീറ്റെയിൽ സ്റ്റോർസ് ബോക്സോ കമ്പനി ആ ഇയർ നമ്മൾ സെയിൽ ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് റീറ്റെയിൻഡ് അതെന്താണ്, പ്രോഫിറ്റിലാണ് ആ റീറ്റെയിൽ സ്റ്റോർ ഒക്കെ അവർ സെയിൽ ചെയ്തിരിക്കുന്നത്. ഇറ്റ് റീറ്റെയിൻഡ് ഇറ്റ്സ് 4 ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർസ് ആൻഡ് എ നമ്പർ ഓഫ് അതർ ഔട്ട്ലെറ്റ്സ് വിച്ച് വെയർ ഹെൽഡ് ഫോർ ദെയർ റെന്റൽ ഈൽഡ് ഡ്യൂ ടു ദർ പ്രൈം ലൊക്കേഷൻസ്. അപ്പോൾ അവരുടെ പ്രൈം ലൊക്കേഷൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ ആയിട്ട് അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ ബ്രാൻഡിന്റെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവിടെ റെന്റൽ പർപ്പസിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, 4 എണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, റീറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദീസ് പ്രോപ്പർട്ടീസ് വെയർ ക്ലാസിഫൈഡ് ആസ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് IAS 40. അപ്പൊ മെയിൻലി ഇതെന്താണ്, അത് റെന്റൽ ഈൽഡിന് വേണ്ടിയിട്ട് എന്താണ്, റെന്റൽ ഈൽഡിന് വേണ്ടി ചെയ്യുന്നുണ്ട്, റെന്റൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതെന്താണ്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടി എന്നാണ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് IAS 40. Workshop company has arrangements with its suppliers to dispatch most of the goods directly to customers, but it also maintains a central warehouse to keep a minimal level of stock. The customer bear 50% of the delivery cost. വർക്ക്ഷോപ്പ് കമ്പനിക്ക് എന്താണ്, ഒരു സപ്ലയറുമായിട്ട് ഡയറക്റ്റ് ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. എന്താ അറേഞ്ച്മെന്റ് എന്താണ്, ഈ സപ്ലയേഴ്സ് ഡയറക്ട്ലി നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രോഡക്ട്സ് എത്തിച്ചു കൊടുക്കും, ഗുഡ്സ് എത്തിച്ചിട്ട് കൊടുക്കും. അതാണ് നമ്മുടെ സപ്ലയേഴ്സുമായിട്ടുള്ള നമ്മുടെ വർക്ക്ഷോപ്പ് കമ്പനിയുടെ അറേഞ്ച്മെന്റ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്കൊരു സെൻട്രൽ വെയർ ഹൗസ് ഉണ്ട്. ഈ സെൻട്രൽ വെയർ ഹൗസിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ പോകുന്നത്. ആ സെൻട്രൽ വെയർ ഹൗസിൽ മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് മാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. എപ്പോഴും ഒരു മിനിമം ലെവൽ ഓഫ് സ്റ്റോക്കാണ് നമ്മളവിടെ സെൻട്രൽ വെയർ ഹൗസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബൾക്കായിട്ട് നമ്മൾ ഒരുപാട് സ്റ്റോർ ചെയ്ത് നോക്കുന്നില്ല, മിനിമം ലെവലാണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ കസ്റ്റമേഴ്സിൽ നിന്ന് 50% ഓഫ് ഡെലിവറി കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ കസ്റ്റമേഴ്സിൽ നിന്നാണ് ഈടാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വർക്ക്ഷോപ്പ് കമ്പനീസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് 12 million റിലേറ്റഡ് ടു ദ ന്യൂ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അപ്പം വർക്ക്ഷോപ്പ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ എന്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് പറയാൻ 12 million റിലേറ്റഡ് ടു ദ ന്യൂ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അപ്പം എന്താണ്, നമ്മുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള 12 million ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് എക്സ്പെൻഡിച്ചർ ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡ് ബിൽഡിംഗ്. അപ്പൊ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിനും ബ്രാൻഡ് ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള 12 million ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഗെയിൻസ് ഫ്രം ദ ഡിസ്പോസൽ ഓഫ് ഫോർമർ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്. അതായത് നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിന്റെ സെയിൽ നടത്തിയപ്പോൾ കിട്ടിയുള്ള ഗെയിന് എവിടെ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസൺ എന്തായിരിക്കും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കും. കാരണം അതിനുള്ള റീസൺ എന്തായിരിക്കും, നമ്മൾ എന്താണ്, ആ റീറ്റെയിൽ ഷോപ്പ് വിറ്റതിന്റെ ഗെയിന് ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലാണ് കാണിച്ചിരിക്കുന്നത്. Cash and cash equivalents include 25 million in short-term deposits raised from disposal of retail stores that it intends to use for expansion into new markets planned for the next year. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ 25 million ഇവിടെ നമ്മൾ SOP നോക്കിയ സമയത്ത് പറഞ്ഞിരിക്കുന്നു. എന്താണ്, 28 million ആണ് ഇവിടെ എന്തുള്ളത്, മറ്റ് ഉള്ള നോൺ കറന്റ് അസറ്റിനെക്കാളിലൊക്കെ വാല്യൂ കൂടുതലാണ് നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ്. അങ്ങനെ കൂടാനുള്ള റീസൺ എന്താ പറയുന്നത്, ഇതിൽ 25 million എന്താണ്, നമ്മുടെ റീറ്റെയിൽ സ്റ്റോർ വിറ്റപ്പോൾ കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് 25 million. ഈ 25 million ഇൻക്ലൂഡ് ആയതുകൊണ്ടാണ് അത് 28 million ആയിട്ട് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് 28 million ആയിട്ട് കാണിക്കാൻ വേണ്ടിയുള്ള കാരണം. ഓക്കെ, അപ്പൊ അവിടെ ക്യാഷ് അത്രയും ഇൻക്രീസ് ആയിട്ട് കാണാനുള്ള റീസൺ ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് 25 million ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഫോർ എക്സ്പാൻഷൻ ഇൻടു ന്യൂ മാർക്കറ്റ്സ്. അപ്പൊ ന്യൂ മാർക്കറ്റ്സിലേക്കുള്ള എക്സ്പാൻഷന് വേണ്ടി നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് 25 million അവിടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു വൺ ഓഫ് ഇവന്റ് ആണ്. ഇതൊക്കെ നമ്മുടെ നമ്മുടെ റീറ്റെയിൽ ഷോപ്പൊക്കെ വെക്കുന്നത് എല്ലാ ഇയർ സംഭവിക്കുന്നതല്ല. അതുപോലെ തന്നെ ആ വിറ്റ കാശ് നമ്മളിങ്ങനെ 25 million മെയിൻറ്റെയിൻ ചെയ്തതാണ് നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി മാത്രമാണ്.
ഇതൊന്നും എല്ലാ ഇയറിലും കണ്ടിന്യൂസ് ആയിട്ട് റിക്കറിംഗ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇതൊക്കെ വൺ ഓഫ് ഇവന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വൺ ഓഫ് ഇവന്റ് ആയിരുന്നുള്ള കൃത്യം നമ്മൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്ത് പറയണം. Throughout the year, Voxtec company employed an average of 120 full-time members of staff. ഇപ്പോൾ Voxtec കമ്പനിയുടെ ആകെ എംപ്ലോയീസ് എത്രയാണ്? 120 ഉള്ളൂ. ഇപ്പൊ ഇത്രയും വലിയൊരു കമ്പനിക്ക് 120 ഫുൾ ടൈം എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കാം? അവരെ റീറ്റെയിൽ ഷോപ്പൊക്കെ വിറ്റു, റീറ്റെയിൽ ഷോപ്പ് കാര്യങ്ങളെല്ലാം വിറ്റു. അവരെന്താണ് പ്യുവർലി എന്താണ് ഓൺലൈൻ ബേസിലോട്ട് മാറി. ആകെ 4 ഷോപ്പാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫ്ലാഗ്ഷിപ്പ് ഷോപ്പായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന 4 സ്റ്റോർ മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള കമ്പനിയെ സംബന്ധിച്ചോളം എന്തായിരിക്കും? എംപ്ലോയീസ് കുറവായിരിക്കും. അപ്പം CTP-നെ കമ്പനി റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തായിരിക്കും? Voxtec-ന് എംപ്ലോയീസ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ സീനാരിയോ കാര്യങ്ങളെ വായിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നമുക്ക് എന്താണ് വർക്കിംഗ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ Voxtec കമ്പനിയുടെ ഒരു കോൾ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഓരോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്താണ് കാൽക്കുലേഷൻ കൃത്യമായിട്ട് വർക്കിംഗ്സ് കാണിക്കുക. ശേഷം നമുക്ക് കിട്ടുന്ന റേഷ്യോസ് നമ്മളിവിടെ കാണിക്കണം. ഈ Voxtec റീറ്റെയിൽ PLC-ന്റെ കോളത്തിൽ വേണം നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ റേഷ്യോസ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിന്റെ റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ റവന്യൂ. ഗ്രോസ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 38,400 ആയിരുന്നു. ഡിവൈഡ് ബൈ റവന്യൂ 96,000. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമുക്ക് എത്ര കിട്ടി? 40% കിട്ടി. നമുക്ക് നോക്കാം എന്താണ് CTP-ന് 45% ആണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്? 9,812 ഡിവൈഡ് ബൈ റവന്യൂ 96,000. 10.22% ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അസറ്റ് ടേൺ ഓവർ, അസറ്റ് ടേൺ ഓവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ റേഷ്യോ എന്താണ്? ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? കാണാപ്പാടം പഠിച്ചാലേ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ റവന്യൂ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. റവന്യൂ 96,000. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്തായിരുന്നു? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് നോൺ കറന്റ് ഇൻട്രസ്റ്റ് ബിയറിംഗ് നോൺ കറന്റ് ലയബിലിറ്റി. അപ്പൊ 35,000 പ്ലസ് 20,000. ഇതായിരിക്കും നമ്മുടെ എന്താണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇപ്പൊ 96,000 ഡിവൈഡ് ബൈ 35,000 പ്ലസ് 20,000. അതുപോലെ തന്നെ എന്ത് കിട്ടി? നമുക്ക് 1.75 ആണ് നമുക്ക് അത് കിട്ടിയത്. അതുപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, ROCE. എന്താണ് ROCE? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നമ്മുടെ PBIT, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. നമ്മുടെ PBIT എത്രയാണ്? പ്രോഫിറ്റ് ബിഫോർ ഫൈനാൻസിങ് ആൻഡ് ഇൻകം ടാക്സസ് 11,812 ഡിവൈഡഡ് ബൈ നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 35,000 പ്ലസ് 20,000. നമുക്ക് എത്ര കിട്ടി? 21.48% നമുക്ക് കിട്ടി. ഇനി റവന്യൂ പെർ എംപ്ലോയി, റവന്യൂ പെർ എംപ്ലോയി എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ റവന്യൂ എത്രയായിരിക്കും? റവന്യൂ പെർ എംപ്ലോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ എംപ്ലോയീസ്. റവന്യൂ എത്രയാണ്? നമ്മുടെ 96,000 ആണ്. നമ്മുടെ എംപ്ലോയീസ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? നമുക്ക് ലാസ്റ്റ് തന്നിട്ടുണ്ട് 120 ഫുൾ ടൈം എംപ്ലോയീസ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം എന്താണ് 96 million ഡിവൈഡഡ് ബൈ 120. നമുക്ക് എത്ര കിട്ടി? $800,000. 800,000 ആണ് പെർ എംപ്ലോയി റവന്യൂ നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ കറണ്ട് റേഷ്യോ, കറണ്ട് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. 31,000 ഡിവൈഡ് ബൈ 11,000. എങ്ങനെയാണ് 31,000 കിട്ടിയത്? നമ്മുടെ കറണ്ട് അസറ്റ് 28,000 പ്ലസ് 2,500 പ്ലസ് 500. അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയത്. 31,000 നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി 6,500 പ്ലസ് 4,500. അപ്പാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 11,000 കിട്ടുന്നത്. 31,000 ഡിവൈഡ് ബൈ 11,000 2.82:1. അതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ. ഇവിടെ CTP-ന് എത്രയാണ്? 0.8% മാത്രമേ ഉള്ളൂ. അപ്പം കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ്? 3.5 ടൈംസ് ഒക്കെ ഇരട്ടിയാണ് ഇവിടെ വരുന്നത് Voxtec കമ്പനിക്ക് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ CTP-ന്റെ റവന്യൂ പെർ എംപ്ലോയി കൂടുതലാണ്. 800,000 ആണ് വരുന്നത്. ഇവിടെ 135,700 ഉള്ളൂ. ഇവിടെ 800 വരുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്താണ്
നമ്മുടെ ROs റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഒക്കെ എവിടെയാണ് കൂടുതൽ? വോക്സ് കമ്പനിയിലാണ് കൂടുതൽ. അസറ്റ് ടേൺ ഓവർ എവിടെയാണ് കൂടുതൽ? 3 ടൈംസിൽ കൂടുതൽ എവിടെയാണ്? അസറ്റ് ടേൺ ഓവർ കൂടുതൽ എവിടെയാണ്? നമ്മുടെ വോക്സപ്പ് റീറ്റെയിൽ PLC ആണ് ഉള്ളത് കൂടുതൽ. നെക്സ്റ്റ് എന്താണ്? ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ്. ഇപ്പൊ ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇൻവെന്ററി ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ്. നമ്മുടെ പർച്ചേസസ്, ടോട്ടൽ പർച്ചേസസ് ആണ് ഇൻവെന്ററി നമ്മൾ തീർക്കുന്നത്. അപ്പൊ ടോട്ടൽ പർച്ചേസ് എന്നാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നെയാണ്. അപ്പൊ എന്തായിരിക്കും? ഇൻവെന്ററി ഇവിടെ തന്നിട്ടുണ്ട് 2500 ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് 7600 ഇൻറ്റു 365. നമ്മൾ ഡേയ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 16 ഡേയ്സ് ആണ് ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ്. അതുപോലെ തന്നെ റെസീവബിൾസ് കളക്ഷൻ പീരീഡ് എങ്ങനെയായിരിക്കും? റെസീവബിൾസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽ ഇൻറ്റു 365. അപ്പൊ ഇവിടെ വോക്സ് കമ്പനിയെ സംബന്ധിച്ചോളം ഇവിടെ എന്താണ്? റിസീവബിൾസ് 0 ആണ്. അതുപോലെ ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ഇല്ലെന്നുള്ള കാര്യം നമ്മൾ നോട്ട് വായിക്കുമ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ വായിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അവർ ഫുൾ ക്യാഷ് റെസീപ്റ്റ്സ് മാത്രമേ ഉള്ളൂ. അവർ ക്രെഡിറ്റ് സെയിൽ അവരില്ല, ക്യാഷ് സെയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് എന്തായിരിക്കും? റിസീവബിൾസും ക്രെഡിറ്റ് സെയിൽസും 0 ആയിരിക്കും. സ്വാഭാവികമായിട്ടും വോക്സ് കമ്പനിയുടെ റിസീവബിൾസ് കളക്ഷൻ പീരീഡും 0 ആയിരിക്കും. ദെൻ പേയബിൾസ് പേയ്മെന്റ് പീരീഡ്. പേയബിൾസ് പേയ്മെന്റ് പീരീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ട്രേഡ് പേയബിൾസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസസ് ഇൻറ്റു 365. ക്രെഡിറ്റ് പർച്ചേസ് എന്താണ്? 57,600 ആണ്. അതുപോലെ ട്രേഡ് പേയബിൾസ് 6,500 ആണ്. അപ്പൊ 6,500 ഡിവൈഡ് ബൈ 57,600 ഇൻറ്റു 365 41 ഡേയ്സ് ആണ്. അപ്പൊ ഈ 41 ഡേയ്സ് എന്താണ്? പേയ്മെന്റ് പീരീഡ് എന്താണ്? ഇവിടെ കുറവാണ്. സിറ്റി ഫിറ്റ് കമ്പനിനെക്കാട്ടും വോക്സ് കമ്പനിക്കാണ് പേയബിൾ ഡേയ്സ് കുറവ്. ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഈ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇക്വേഷൻ എന്തായിരുന്നു? ഇൻവെന്ററി ഹോൾഡിംഗ് പീരിയഡ് പ്ലസ് റിസീവബിൾ കളക്ഷൻ പീരിയഡ് മൈനസ് പേയബിൾസ് പേയ്മെന്റ് പീരിയഡ്. അപ്പൊ ഇവിടെ എന്താണ്? 16 പ്ലസ് 0 മൈനസ് 41. അപ്പൊ ഇവിടെ എന്താണ്? നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്താണ്? കുറയുന്നതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചോളം നല്ലത്. ഇവിടെ എന്താണ്? മൈനസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്? വോക്സ് കമ്പനിയെ സംബന്ധിച്ചോളം ഒരു നല്ല കാര്യം. റീസൺ എന്താണ്? മെയിൻ അങ്ങനെ വരാനുള്ള കാരണം എന്താണ്? റിസീവബിൾ കളക്ഷൻ പീരീഡ് 0 വന്നതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 2 കമ്പനിയുടെ റേഷ്യോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പാർട്ട് എയിലെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ആൻസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനിയാണ് അനലൈസ് ദ ഫൈനാൻഷ്യൽ പെർഫോമൻസ്, ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻസി ഓഫ് വോക്സ് കമ്പനി ഫോർ ദ ഇയർ എൻഡഡ് 31st December 20XY കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഇറ്റ്സ് കോമ്പറ്റീറ്റർ. ഇനി എന്താണ്? ഈ 2 കമ്പനിയുടെ കമ്പയർ ചെയ്തിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ, അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കാം. ഓക്കെ, ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കണ്ടേ? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, അസറ്റ് ടേൺ ഓവർ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റവന്യൂ പെർ എംപ്ലോയി. അപ്പൊ എന്താണ് ഇവിടെ? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ആർക്കാണ് കുറവ്? വോക്സ് കമ്പനിക്കാണ് കുറവ്. എന്തുകൊണ്ടായിരിക്കാം കുറയാനുള്ള കാരണം? ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിരുന്നു. വോക്സ് കമ്പനി പ്രൊമോഷൻ ഡിസ്കൗണ്ടിന്റെ ഭാഗമായിട്ട് എന്താണ്? ഡിസ്കൗണ്ട്സും ഇൻസെന്റീവ്സ് ഒക്കെ എന്താണ് കൊടുക്കുന്നുണ്ട്? ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് സെയിൽ നടന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഡിസ്കൗണ്ട് കൊടുത്താണ്. അപ്പം അവരുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനിൽ എന്താണ്? ഒരു കുറവ് സംഭവിക്കും. ഇപ്പം ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് അവരെന്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്? അവരുടെ ഗ്രോസ് പ്രോഫിറ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ വോക്സ് കമ്പനിയുടെ 40% ആയത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്നാണ് ഇവിടെ 10.22% കൂടുതലാണുള്ളത്. അപ്പൊ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടാനുള്ള കാരണം എന്തായിരിക്കാം? നേരത്തെ പറഞ്ഞിരുന്നു, നോട്ട്സ് വായിച്ച സമയത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ സ്റ്റോർ വിറ്റിട്ടുള്ള എമൗണ്ട് എവിടെയുണ്ടെന്നാ പറഞ്ഞേ? നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഗെയിൻ ഫ്രം ദ ഡിസ്പോസൽ ഓഫ് ഫോർമർ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്. അങ്ങനെ ഉള്ളതുകൊണ്ട് എന്താണ്? ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായിട്ടും കാണുന്നു. അതുകൊണ്ടാണ് അവിടെ അത് നമ്മുടെ വോക്സ് കമ്പനിയുടെ കൂടുതലായിട്ട് വരാനുള്ള കാരണം. ഇതൊക്കെ പറഞ്ഞാൽ പോരാ, ഇതൊക്കെ കൃത്യമായിട്ട് എവിടെ എഴുതണം? നിങ്ങൾ പാർട്ട് ബി ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ആൻസർ താഴോട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. അതുപോലെ തന്നെ അസറ്റ് ടേൺ ഓവർ എന്താണ്? ഈ 0.5
ആണ് സിറ്റി ഫീറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം. പക്ഷെ ബോക്സ് കമ്പനി എത്രയാണ് 1.75. അപ്പൊ എത്രയായി? എത്ര അധികം ഇരട്ടിയാ? 3.5 ടൈംസ് ഇരട്ടിയാണ് 1.7. 0.5ന്റെ 3.5 ടൈംസ് കൂടുതലാണ് 1.75. അപ്പൊ അതിനുള്ള റീസൺ എന്താണ്? നമ്മുടെ അസറ്റ് ടേൺ ഓവർ റേഷ്യോ കൂടാനുള്ള കാരണം എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറവായതുകൊണ്ടാവാം അങ്ങനെ ഇൻക്രീസ് ആയത്. റവന്യൂ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. എന്തുകൊണ്ടാവാം നമ്മുടെ അസറ്റ് ടേൺ ഓവർ റേഷ്യോ കൂടാനുള്ള കാരണം ഇവിടെ അസറ്റ് റീറ്റെയിൽ ഷോപ്സ് എല്ലാം എന്ത് ചെയ്തെന്ന് പറഞ്ഞേ? വിറ്റു എന്നാണ് പറയുന്നത്. ബോക്സ് കമ്പനി എല്ലാം വിറ്റ് റിയലൈസ് ചെയ്തു, എല്ലാം ഡിസ്പോസ് ചെയ്തു. 3-4 റീറ്റെയിൽ ഷോപ്സ് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻ സിറ്റിയിലുള്ള ഈ സിറ്റിയിലുള്ള റീറ്റെയിൽ ഷോപ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്തു? അവരത് സെയിൽ ചെയ്തുകൊണ്ട് അവരുടെ അസറ്റ് ബേസ് കുറവായത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണ്? PBIT ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പൊ ഇവിടെ ആർക്കാണ് കൂടുതൽ? 21.48%. അതായത് നമ്മുടെ സിറ്റി ഫീറ്റിനെക്കാട്ടിലും ഇരട്ടിയിൽ അടുത്ത്, അതായത് അതിന്റെ 2 ഇരട്ടിയിലും അടുത്തായിട്ട്, അതായത് ഒരു 9.48% അധികം കൂടുതൽ എവിടെയാണ്? ബോക്സ് കമ്പനിക്കാണ് ROCE കൂടുതൽ. അതിന്റെ റീസൺ എന്താണ്? നമ്മുടെ PBIT നോക്കി അറിയാം. എന്ത് ചെയ്യുന്നുണ്ട്? PBITക്കകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആണ്? റെന്റൽ ഇൻകവും ഫെയർ വാല്യൂ ഗെയിൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്? 4 റെന്റൽ ഈൽഡിന് വേണ്ടിയിട്ട് 4 ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ 4 സ്റ്റോറിൽ നിന്നാണ് റെന്റൽ ഇൻകം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി കണക്കാക്കുന്നത്. അപ്പം ഫെയർ വാല്യൂ ഗെയിൻ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിലെ ഫെയർ വാല്യൂ ഗെയിനും അതുപോലെ തന്നെ റെന്റൽ ഇൻകവും എക്സ്ട്രാ വന്നത് കൊണ്ടാവാം PBIT ഇൻക്രീസ് ആയത്. PBIT ഇൻക്രീസ് ആയതുകൊണ്ടാവാം നമ്മുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻക്രീസ് ആയത്. റവന്യൂ പെർ എംപ്ലോയി. റവന്യൂ പെർ എംപ്ലോയി എവിടെയാണ്? 800,000 ആണ് എവിടെ കൂടുതൽ? നമ്മുടെ ബോക്സ് കമ്പനിയിൽ കൂടുതൽ. 135,700 ആണ് സിറ്റി ഫിറ്റ് കമ്പനിക്കുള്ളൂ. അപ്പം ഇവരെ സംബന്ധിച്ചോളം എന്താണ്? സിറ്റി ഫിറ്റ് കമ്പനിനെക്കാട്ടിലും എംപ്ലോയീസ് എവിടെയായിരിക്കും കുറവ്? ബോക്സ് കമ്പനിയിലായിരിക്കും കുറവ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള റീസൺ? അവർ റീറ്റെയിൽ സ്റ്റോർസ് ആര് വിറ്റു? ബോക്സ് കമ്പനിക്ക് റീറ്റെയിൽ സ്റ്റോർസ് കുറവാണ്, ഫിസിക്കൽ സ്റ്റോർസ് കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എംപ്ലോയീസ് കുറവ് മതി. അവരുടെ ട്രാൻസാക്ഷൻസ്, അവരുടെ കാര്യങ്ങളൊക്കെ ബിസിനസ് നടക്കുന്നതാണ് ഓൺലൈൻ സ്റ്റോറിലൂടെയാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. അപ്പം അവർക്ക് എംപ്ലോയീസ് കുറവായിരിക്കും. പക്ഷേ സിറ്റി ഫിറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം എംപ്ലോയീസ് കൂടുതലായിരിക്കും. കാരണം അവർക്ക് ഓൺലൈൻ സ്റ്റോർ അല്ല ഉള്ളത്. കൂടുതലായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർക്ക് ഫിസിക്കൽ സ്റ്റോർസ് ആണുള്ളത്. അപ്പം ലേബർ ഇന്റൻസീവ് ആയിരിക്കും അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അവർക്ക് എംപ്ലോയീസ് കൂടുതലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും റവന്യൂ കൂടുതൽ ആർക്കാണ്? സിറ്റി ഫിറ്റ് കമ്പനിക്കാണ്. 14 മില്യൺ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എംപ്ലോയീസ് കൂടുതലായതുകൊണ്ട് റവന്യൂ പെർ എംപ്ലോയി ആർക്കാണ് കൂടുതൽ? ബോക്സ് കമ്പനിക്കാണ് കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ കറണ്ട് റേഷ്യോ കൂടുതലാവാനുള്ള കാരണം എന്താണ്? ഇവിടെ കറണ്ട് അസറ്റ്സ് കൂടുതലായതുകൊണ്ടാവാം. എന്തുകൊണ്ട്? കറണ്ട് അസറ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് 28 മില്യൺ ആണ് ഇവിടെ ഉള്ളത്. 28 ബില്യൺ ആണ് ഇവിടെ ഉള്ളത്. എന്തുകൊണ്ടാണ് റീസൺ? അതിന്റെ റീസൺ നമുക്ക് നോട്ട്സ് തന്നെ കൃത്യമായിട്ട് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്കുള്ള എക്സ്പാൻഷന് വേണ്ടിയുള്ള നമുക്ക് ഡിസ്പോസലിൽ നിന്ന് കിട്ടിയ 25 മില്യൺ ക്യാഷ് നമ്മൾ മെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി വെച്ചേക്കുന്ന ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ് ആയിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന എക്സ്പാൻഷന് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ 25 മില്യൺ. അതുകൊണ്ടാണ് ഇവിടെ കറണ്ട് റേഷ്യോ. ഇതൊക്കെ 1 ഓഫ് ഇവൻ ആണ്. ഇതൊക്കെ എല്ലാ തവണ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല. അത് നെക്സ്റ്റ് ഇയറിൽ അങ്ങനെ ചെയ്യേണ്ടതുകൊണ്ട് മാത്രം ഈ ഇയറിൽ അങ്ങനെ സംഭവിച്ചതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് ഇൻക്രീസ് ആവാനുള്ള ഇവിടെ ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് കുറവാണ്. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് ഇവിടെ 16 ഉള്ളൂ. പക്ഷേ സിറ്റി ഫിറ്റ് കമ്പനിക്ക് 120 ഉള്ളത്. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് കുറയുന്നതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചോളം നല്ലത്. പെട്ടെന്നുള്ള ഇൻവെന്ററിയുടെ മൂവ്മെന്റ് ഉണ്ടാവണം. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് കുറയാനുള്ള കാരണം? ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നത് മിനിമം ലെവൽ, കീപ്പ് എ മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് മാത്രമേ ആര് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ? ബോക്സ് സ്റ്റോക്ക് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇൻവെന്ററി ഡേയ്സ് കുറയാനുള്ള കാരണം. അതുപോലെ റിസീവബിൾ കളക്ഷൻ പീരീഡ്, ഈ റിസീവബിൾ കളക്ഷൻ പീരീഡ് 0 ആണ്. എന്തുകൊണ്ടാണ് 0? നമുക്ക് ഇപ്പോഴത്തെ ചിന്തിക്കാനൊന്നുമില്ല. ഇവർ ക്രെഡിറ്റിൽ ബോക്സ് കമ്പനി സെയിൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്
ഫുൾ ക്യാഷ് സെയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തായിരിക്കും റിസീവബിൾസ് ഉണ്ടാകത്തില്ല, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് റിസീവബിൾസ് പേയ്മെന്റ് പീരീഡ് 0 ആയിരിക്കും. അതുപോലെ പേയബിൾ പേയ്മെന്റ് പീരീഡ് 41 ആണ് ഉള്ളത്. ഇവർക്ക് ആർക്കും സിറ്റി ഫീഡ് കമ്പനിക്ക് 60 ആണ് വരുന്നത്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ഇത് നമ്മൾ റൈറ്റിങ്ങിലോട്ട് വരിക. അപ്പൊ റൈറ്റിങ്ങിലോട്ട് വരുമ്പോൾ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഹെഡിങ് കൊടുക്കുക. അപ്പൊ ഫൈനാൻഷ്യൽ പെർഫോമൻസിലുള്ള നമ്മുടെ റേഷ്യോസ് കമ്പയർ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എഴുതുക. വർക്ക്ഷോപ്പ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഓഫ് 40% ഈസ് ലോവർ ദാൻ സിറ്റി ഫീൽസ് 45% ബൈ 5%. അപ്പൊ എന്താണ് 5% കുറവാണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് കൊടുത്തിരുന്നു പറഞ്ഞു. ദിസ് ഈസ് ഡ്യൂ ടു ഫ്രീക്വന്റ് പ്രൊമോഷണൽ ഡിസ്കൗണ്ട്സ് ടു അട്രാക്ട് കസ്റ്റമേഴ്സ്. അപ്പൊ എന്താണ് മാർക്കറ്റിനെ സംബന്ധിച്ചോളം എന്താണ് അവർക്ക് അറിയേണ്ടത്? അവർക്ക് റീസൺ ആണ് അറിയേണ്ടത്. ഇവിടെ റേഷ്യോ കുറഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലായി കണ്ടപ്പോൾ അതിനുള്ള റീസൺ ആണ് നമ്മളോട് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. റീസൺ ആണെന്ന് പറയുന്നത് പ്രൊമോഷൻ ഡിസ്കൗണ്ട്സ് നമ്മുടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തുകൊണ്ടാണ്. സിറ്റി ഫീഡ്സ് ഹയർ മാർജിൻ ഈസ് ലൈക്ലി സപ്പോർട്ടഡ് ബൈ പ്രീമിയം പ്രൈസിംഗ് ഫോർ ഇൻ സ്റ്റോർ എക്സ്പീരിയൻസ്. അപ്പൊ എന്തുകൊണ്ടാവാം? സ്റ്റോറിൽ നമ്മൾ ഓൺലൈൻ വാങ്ങുന്നതിനെക്കാട്ടി കൂടുതലായിരിക്കും പ്രൈസ്, സ്റ്റോറിലായിരിക്കും പൈസ കൂടുതൽ. അപ്പം സ്വാഭാവികമായിട്ട് എന്താണ് ഇപ്പൊ അങ്ങനെ ഫിസിക്കൽ സ്റ്റോർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എന്താണ് പ്രീമിയം പ്രൈസിംഗ് ഉള്ളതുകൊണ്ടാണ് എന്താണ് സിറ്റി ഫീഡിന്റെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടുതൽ എടുക്കാനുള്ള കാരണം. അപ്പം നമ്മൾ രണ്ട് രീതിയിലും ചിന്തിച്ചാണ് നമ്മൾ ഇവിടെ റീസൺ സ്റ്റേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ വർക്ക്ഷോപ്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഈസ് ഹയർ ബൈ 2.22%. This may be due to lower employee costs and significant gains on disposal, which is one of event. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കൂടാനുള്ള റീസൺ എന്താണ്? 2.22% കൂടുതലാണ്. ഇതിനെക്കാട്ടിലും സിറ്റി ഫീഡ് കമ്പനിയെക്കാട്ടിലും കൂടുതലാണ്. അതിനുള്ള റീസൺ എന്താണ്? This may be due to ലോവർ എംപ്ലോയി കോസ്റ്റ്. നമുക്ക് എന്താണ് എംപ്ലോയി കോസ്റ്റ് കുറവാണ്. കാരണം എന്താണ് നമുക്ക് എംപ്ലോയീസ് കുറവാണ്, വർക്ക്ഷോപ്പ് കമ്പനിക്ക് എംപ്ലോയീസ് കുറവാണ്. അപ്പൊ എംപ്ലോയി കോസ്റ്റ് കുറവായിരിക്കും. അതുപോലെ എന്താണ് സിഗ്നിഫിക്കന്റ് ഗെയിൻസ് ഓൺ ഡിസ്പോസൽ വിച്ച് ഈസ് വൺ ഓഫ് ഇവന്റ്. അപ്പൊ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്തുണ്ടെന്നാ പറഞ്ഞത്? നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഗെയിൻസ് ഫ്രം ഡിസ്പോസൽ ഓഫ് ഫോർമർ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഇൻക്ലൂഡ് ആയതുകൊണ്ടും ആണ് നമ്മുടെ വർക്ക്ഷോപ്പ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിന് ഹയർ ആവാനുള്ള കാരണം. Then workshop's asset turnover ratio is 3.5 times higher than city feeds ratio. അപ്പോൾ 3.5 times higher ആണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അത് റീസൺ ആണ് നമ്മൾ പറയേണ്ടത്. ദിസ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് റെഡ്യൂസ്ഡ് അസറ്റ് ബേസ് ഡ്യൂ ടു ഡിസ്പോസൽ ഓഫ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്. അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറവായതുകൊണ്ടാകാം. അതെന്താണ് അസറ്റ് ബേസ് കുറവായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അസറ്റ് ബേസ് കുറവുള്ള കാരണം? അസറ്റ് ബേസ് കുറവുള്ള കാരണം നമ്മുടെ റീറ്റെയിൽ ഷോപ്സ് നമ്മൾ ഡിസ്പോസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ അസറ്റ് ബേസ് കുറവായതിനുള്ള കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ അസറ്റ് ടേൺ ഓവർ റേഷ്യോ 3.5 times ഹയർ ആവാനുള്ള റീസൺ സ്റ്റേറ്റ് ചെയ്തു. ദെൻ വർക്ക്ഷോപ്സ് ROCE റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈസ് ഹയർ ബൈ 9.48% ദാൻ സിറ്റി ഫീഡ്സ് ROCE. ഇതിന്റെ റീസൺ ആണ് നമുക്ക് അറിയേണ്ടത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് സിഗ്നിഫിക്കന്റ് ഗെയിൻസ് ഓൺ ഡിസ്പോസൽ വിച്ച് ഈസ് വൺ ഓഫ് ഇവന്റ് ആൻഡ് ഓൾസോ ഡ്യൂ ടു ഫെയർ വാല്യൂ ഗെയിൻ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് റെന്റൽ ഇൻകം. അപ്പൊ ഇവരുടെ PBIT ഇൻക്രീസ് ആവാനുള്ള റീസൺ ആണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത്. PBIT ഇൻക്രീസ് ആവാനുള്ള കാരണം എന്താണ്? ഒന്ന് ഫെയർ വാല്യൂ ഗെയിൻ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആൻഡ് റെന്റൽ ഇൻകം ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയതുകൊണ്ടാണ്. എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടാനുള്ള കാരണം? നമ്മൾ നേരത്തെ സ്റ്റേറ്റ് ചെയ്ത കാരണം തന്നെയാണ്. നമ്മുടെ പ്രോഫിറ്റ് ഫ്രം ദ ഡിസ്പോസൽ ഓഫ് റീറ്റെയിൽ ഷോപ്സ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പം ഇതും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ PBIT ഇൻക്രീസ് ആയത്. PBIT ഇൻക്രീസ് ആയതുകൊണ്ടാണ് ROCE 9.48% ഹയർ ആയത്. വർക്ക്ഷോപ്സ് റവന്യൂ പെർ എംപ്ലോയി ഈസ് നിയർലി 6 times ഹയർ ദാൻ സിറ്റി ഫീഡ്. ദിസ് ഈസ് ഡ്യൂ ടു ലേബർ എഫിഷ്യന്റ് മോഡൽ. എത്രയാണ്? 800,000 ആണ് റവന്യൂ പെർ എംപ്ലോയി ഉള്ളത്. അതെന്താണ് 6 times നിയർലി 6 times ഹയർ ആണ്. നിയർലി 6 times ഹയർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അതിന് റീസൺ എന്തായിരിക്കും? ദിസ് ഈസ് ഡ്യൂ ടു ലേബർ എഫിഷ്യന്റ് മോഡൽ ഓഫ് ഇ-കൊമേഴ്സിലോട്ട് ഷിഫ്റ്റ് ആയതുകൊണ്ട് എന്താണ് ലേബർ എഫിഷ്യന്റ് മോഡലാണ്. ലേബേഴ്സിന് കുറവ് മതി, നമ്മുടെ എംപ്ലോയീസ് കുറവ് മതി. അതുകൊണ്ടാണ് അവിടെ റവന്യൂ പെർ എംപ്ലോയി ഇൻക്രീസ് ആവാനുള്ള കാരണം. സിറ്റി ഫീഡ്സ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ബേസ്ഡ് ഓപ്പറേഷൻസ് ആർ ലേബർ ഇന്റൻസീവ്. എന്താണ് സിറ്റി ഫീഡിനെ സംബന്ധിച്ചോളം അവിടെ അവർക്ക് എന്ത് കൂടുതലാണ്? അവർക്ക് ലേബർ
കൂടുതലാണ്, അവരുടെ എംപ്ലോയീസ് കൂടുതലാണ്. അതുകൊണ്ടാണ് റവന്യൂ പെർ എംപ്ലോയി അവർക്ക് കുറയാനുള്ള കാരണം. ഇനി ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അവിടെ എന്താണ് കറണ്ട് റേഷ്യോന്റെ കാര്യമാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. കറണ്ട് റേഷ്യോ ആർക്കായിരുന്നു കൂടുതൽ? കറണ്ട് റേഷ്യോയും വോക്സ്റ്റെപ്പ് കമ്പനിക്കായിരുന്നു കൂടുതൽ. കറണ്ട് റേഷ്യോ ഓഫ് വോക്സ്റ്റെപ്പ് കമ്പനി ഈസ് 3.5 times ഹയർ ദാൻ ഓഫ് സിറ്റി ഫീറ്റ് കമ്പനി. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് റീസൺ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ദിസ് ഈസ് ഡ്യൂ ടു ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 28 മില്യണിൽ 25 മില്യൺ എന്താണ് നമ്മൾ നടത്തിയ ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ് ആണ്. 25 മില്യൺ ഇൻ ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ്സ് കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, എഴുതിയാൽ മാത്രം മതി. 25 മില്യൺ ഇൻ ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ്സ്. ദിസ് ഈസ് ഡ്യൂ ടു ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ്സ് ഓഫ് 25 മില്യൺ ഫോർ എക്സ്പാൻഷൻ ഇൻ ടു ന്യൂ മാർക്കറ്റ് ഫോർ ദ നെക്സ്റ്റ് ഇയർ വിച്ച് ഈസ് ഓൾസോ വൺ ഓഫ് ഇവന്റ്. ഇത് എന്താണ്? വൺ ഓഫ് ഇവന്റ് ആണ്. ഇതൊക്കെ എപ്പോഴും കറണ്ട് റേഷ്യോ കൂടത്തില്ല. ഇത് എന്താണ് ഇങ്ങനെ ഒരു സാധനം വന്നോണ്ട്, ഇങ്ങനെ വൺ ഓഫ് ഇവന്റ് വന്നതുകൊണ്ട് മാത്രമാണ് കറണ്ട് റേഷ്യോ ഇവിടെ കൂടുതൽ. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻസി. Workshop's inventory days are only 14 against 120 of city feeds. അപ്പം സിറ്റി ഫീഡ്സിന് 120ഉം വർക്ക്ഷോപ്പിന് ഇൻവെന്ററി ഡേയ്സ് 14ഉം ആണ്. എന്താവും അതിന്റെ റീസൺ? ദിസ് ഈസ് ഡ്യൂ ടു ഡയറക്റ്റ് ഡെലിവറി അറേഞ്ച്മെന്റ്സ് വിത്ത് സപ്ലയർ ആൻഡ് മെയിൻറ്റെയിനിങ് മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് അറ്റ് വെയർ ഹൗസ്. ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അഡീഷണൽ നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 5th നോക്കിയാൽ മതി. Arrangement with the suppliers to dispatch most of the goods directly to customers, but it also maintains a central warehouse to keep a minimum level of stock. അപ്പം മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എപ്പോഴും കുറവ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടും. പിന്നെ ഡയറക്റ്റ് അറേഞ്ച്മെന്റ്, നമുക്ക് ഡയറക്റ്റ്ലി സപ്ലൈ ആയിട്ട് അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ട് എന്താണ് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അതുകൊണ്ടാണ് ഇവിടെ ഇൻവെന്ററി ഡേയ്സ് കുറവാകാനുള്ള കാരണം. വർക്ക്ഷോപ്സ് റിസീവബിൾസ് ഡേയ്സ് ആർ 0. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ക്യാഷ് സെയിൽസ് model and 0 amount of receivables, but City Feet has 30% sales on credit. എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിസീവബിൾ ഡേയ്സ് പറയാനുള്ള കാരണം എന്താണ്? ക്യാഷ് സെയിൽസ് മാത്രമേ ഉള്ളൂ, അവർക്ക് ക്രെഡിറ്റ് സെയിൽസ് ഇല്ല. അതുകൊണ്ട് റിസീവബിൾസ് 0 ആയിരിക്കും. പക്ഷെ സിറ്റി ഫീറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം 30% അവരുടെ എന്താണ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഇവിടെ 30% ഓഫ് റവന്യൂ ഫ്രം ദ ഹോൾസെയിൽ ക്രെഡിറ്റ് സെയിൽസ് ടു അതർ റീറ്റെയിലേഴ്സ്. ദെൻ നമ്മുടെ വർക്ക്ഷോപ്പ് പേയ്മെന്റ് ഡേയ്സ് ഓഫ് 41 is lesser than സിറ്റി ഫീഡ്സ് 60. അപ്പൊ പേയ്മെന്റ് ഡേയ്സ് ആർക്കാണ് കുറവ്? സ്റ്റെപ്പ് കമ്പനിക്കാണ് കുറവ്. സിറ്റി ഫീഡ് കമ്പനിക്കാണ് 60 ഡേയ്സ് ഉള്ളത്. ദിസ് എക്സ്പ്ലെയിൻസ് ദ സ്ട്രോങ്ങർ ബാർഗൈനിങ് പവർ ഓഫ് സിറ്റി ഫീഡ്. അപ്പൊ ഇവിടെ എന്താണ് ഇവരെ സംബന്ധിച്ചോളം എന്താണ് പേബിൾ പേയ്മെന്റ് പീരീഡ് കൂടുതലുള്ളതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചോളം നല്ലത്. അപ്പൊ അവർ സമയം എടുത്തിട്ട് കൊടുത്താൽ മതി. പക്ഷെ സിറ്റി ഫീഡ് കമ്പനിക്കാണ് കൂടുതൽ, 60 ഡേയ്സ് ആണ് അവർക്കുള്ളത്. അപ്പൊ അവരെന്താണ് അവർക്കാണ് ഒരു സ്ട്രോങ് ബാർഗൈനിങ് പവർ എന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാകാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ വർക്ക്ഷോപ്സ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഓഫ് 25 ഡേയ്സ്. നമുക്ക് എന്താണ് ഇവിടെ നെഗറ്റീവ് 25 ആണ് കിട്ടിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടാനുള്ള കാരണം? ഇസ് ടിപ്പിക്കൽ ഓഫ് റീറ്റെയിൽ ഇൻഡസ്ട്രി ഹാവിംഗ് ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് നോട്ട് റെസീവബിൾസ്. മെയിൻ ആയിട്ട് എന്താണ് നമ്മുടെ റെസീവബിൾ ഡേയ്സ് 0 ആയതുകൊണ്ടാണ് മെയിൻ ആയിട്ട് എന്താണ് നമുക്ക് -25 വരാനുള്ള മെയിൻ ഒരു കാര്യം. റിസീവബിൾസ് ഡേയ്സ് -25 ആണ്. റിസീവബിൾ ഡേയ്സ് അല്ല, സോറി, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിള് -25 നെഗറ്റീവ് 25 ഡേയ്സ് ആണ്. അപ്പം അതിനുള്ള റീസൺ എന്താണ്? നമ്മൾ ക്യാഷ് റെസീപ്റ്റ്സ് മാത്രമേ ഉള്ളൂ, നമുക്ക് റിസീവബിൾസ് ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള മെയിൻ കാരണം. ഇറ്റ് ഈസ് യൂസിങ്, നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഈസ് യൂസിങ് സപ്ലയേഴ്സ് മണി വിച്ച് ഈസ് എ ഗ്രേറ്റ് സ്ട്രാറ്റജി. എന്താണ് സപ്ലയേഴ്സ് മണി? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? which is it is using suppliers money. അതായത് ഇവിടെ സപ്ലയർ ഇവർ എന്ത് ചെയ്യുന്നു? വർക്ക്ഷോപ്പ് കമ്പനി സെയിൽസ് നടന്ന സമയത്ത് ക്രെഡിറ്റ് സെയിൽസ് ഇല്ല, റെഡി പേയ്മെന്റ് ആണ് എങ്കിൽ മാത്രമേ അവർ ക്യാഷ് സെയിൽസ് മാത്രമേ ആർക്കുള്ളൂ? വർക്ക്ഷോപ്പ് കമ്പനിക്കുള്ളൂ. പക്ഷേ വർക്ക്ഷോപ്പ് കമ്പനിയെ സംബന്ധിച്ചോളം അവർക്ക് സപ്ലയേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് പീരീഡ് 41 ഡേയ്സ് ക്രെഡിറ്റ് പീരീഡ് അവർക്ക് കിട്ടുന്നുണ്ട് പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ചോളം എന്താണ് ഈ സപ്ലയേഴ്സിന് പൈസ കൊടുക്കാതെ എന്ത് ചെയ്യുന്നു? ഈ സാധനം അസറ്റ് വിറ്റിട്ട്, നമ്മുടെ അസറ്റ് അല്ല നമ്മുടെ ഗുഡ്സ് വിറ്റിട്ട് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് വിറ്റിട്ട് കിട്ടുന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ഇവർക്ക് കൊടുത്താൽ മതി. ഇപ്പം വർക്ക്ഷോപ്പ് കമ്പനിയെ സംബന്ധിച്ചോളം അവർക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യേണ്ട? ആദ്യം ഇനീഷ്യൽ പേയ്മെന്റ് കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ ക്യാഷ് സെയിൽസ് മാത്രം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ എമൗണ്ട് കിട്ടുമ്പോൾ അന്നേരം സപ്ലയേഴ്സിന് കൊടുത്താൽ മതി. 41 ഡേയ്സ് അവർക്ക് സമയമുണ്ട്. ആ 41 ഡേയ്സിനുള്ളിൽ എടുത്തിരിക്കുന്ന ഗുഡ്സ് വിൽക്കുമ്പോൾ തന്നെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അവർക്ക് അവരുടെ ക്യാഷ് സെയിൽസിന് ക്യാഷ് കിട്ടുന്നുണ്ട്. ആ ക്യാഷ് എടുത്തിട്ട് നമ്മുടെ
പേയ്മെന്റ് സപ്ലയേഴ്സിന് കൊടുത്താൽ മതി. അപ്പൊ അതാണ് പറയുന്നത് സപ്ലയേഴ്സ് മണി യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ യൂസിങ് സപ്ലയേഴ്സ് മണി വിച്ച് ഈസ് എ ഗ്രേറ്റ് സ്ട്രാറ്റജി. ഇത് സംബന്ധിച്ചോളം എന്താണ് കമ്പനി സംബന്ധിച്ചോളം ഒരു ഗ്രേറ്റ് സ്ട്രാറ്റജി ആണെന്നുള്ള കാര്യം എക്സ്ട്രാ മെൻഷൻ ചെയ്യുന്നതാണ് വളരെ നല്ലതായിരിക്കും. ഇനി എന്താണ് നമ്മുടെ എന്താ ചെയ്യുന്നു നമ്മുടെ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി നമ്മൾ മെൻഷൻ ചെയ്തു, നമ്മുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ പറഞ്ഞു, വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻസി നമ്മളിവിടെ ഇന്റർപ്രറ്റ് ചെയ്തു. ഇനി എന്താണ് ഒരു കൺക്ലൂഷൻ കൂടെ കൊടുക്കാം. എന്താണ് ഓവറോൾ നമുക്ക് മനസ്സിലായത്? ഓവറോൾ എന്തായിട്ടുണ്ട് ഇവരുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള സിറ്റി ഫീഡ് കമ്പനീനെക്കാളും ബെറ്റർ ആണ് ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയും അല്ലെങ്കിൽ എഫിഷ്യൻസി എല്ലാം എന്താണ് ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. Voxtec companies shift to e-commerce has created a financial profile distinct from its competitors. Data shows higher profitability and efficiency, though ഒരു കാര്യം മെൻഷൻ ചെയ്യാം, പാർട്ട്ലി ഡ്യൂ ടു വൺ ഓഫ് ഇവന്റ്സ്. ഇവിടെ ചില റേഷ്യോസ് കൂടാനുള്ള കാരണം, കറണ്ട് റേഷ്യോ കൂടാനുള്ള കാരണം, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടാനൊക്കെ ഉള്ള കാരണം എന്താണ് ചില വൺ ഓഫ് ഇവന്റ്സ്, നമ്മുടെ റീറ്റെയിൽ സ്റ്റോർസ് നമ്മൾ വിറ്റത് കൊണ്ട് കിട്ടിയിട്ടുള്ള ക്യാഷ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് ഇൻക്ലൂഡ് ആയതുകൊണ്ടൊക്കെയാണ് അവിടെ ചില റേഷ്യോസ് കൂടാനുള്ള കാരണം. അപ്പൊ ഈ വൺ ഓഫ് ഇവന്റ്സിന്റെ ഒരു പാർട്ടായിട്ടുള്ള പാർട്ടി ചെറിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്നാൽ പോലും എന്താണ് ഈ കോമേഴ്സിലോട്ട് ചേഞ്ച് ചെയ്തത് ഈ കമ്പനിയെ സംബന്ധിച്ചോളം കോമ്പറ്റീറ്റീവ്നെസ്സിൽ നിന്നും ഒരു ഗുഡ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത് കൺക്ലൂഡ് ചെയ്തു. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം എന്താണ് നമ്മുടെ 11 മാർക്കിന്റെ നമ്മുടെ അനലൈസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ഇവിടെ ചെയ്തു, ബി പാർട്ടിൽ നമ്മൾ ചെയ്തു. ഇനി സി പാർട്ടിൽ നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ഫോർ ലിമിറ്റേഷൻസ് ഓഫ് ദി യൂസ് ഓഫ് റേഷ്യോ അനാലിസിസ് ഫോർ കമ്പയറിംഗ് ദ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ടു കമ്പനീസ്. അപ്പൊ റേഷ്യോ അനാലിസിന്റെ 4 ലിമിറ്റേഷൻസ് എഴുതിയാൽ മതി. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ റേഷ്യോ അനാലിസിന്റെ ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. ഡിഫറെന്റ് അക്കൗണ്ടിങ് പോളിസീസ്. ഒന്നാമത് എഴുതാൻ തന്നെ ഡിഫറെന്റ് അക്കൗണ്ടിങ് പോളിസീസ്. എന്താണ് ഡിഫറെന്റ് അക്കൗണ്ടിങ് പോളിസി എന്ന് പറയാനുള്ള കാരണം എന്താണ്? കമ്പനീസ് മേ യൂസ് ഡിഫറെന്റ് മെത്തേഡ്സ് മേക്കിംഗ് റേഷ്യോസ് നോട്ട് ഡയറക്ട്ലി കമ്പയറബിൾ. അപ്പം റേഷ്യോ അനാലിസിന്റെ റേഷ്യോ കമ്പാരിസന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിറ്റി ഫിറ്റ് കമ്പനിയും അതുപോലെ തന്നെ നമ്മുടെ വോക്സ്റ്റെക് കമ്പനിയുടെയും അക്കൗണ്ടിങ് പോളിസീസ് ഡിഫറെന്റ് ആവാം. അപ്പൊ ഡിഫറെന്റ് മെത്തേഡ് ആയിരിക്കാം ഫോളോ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഫെയർ വാല്യൂ മെത്തേഡ് ആയിരിക്കാം നമ്മുടെ വോക്സ്റ്റെക് കമ്പനി ഫോളോ ചെയ്ത്, സിറ്റി ഫിറ്റ് കമ്പനി ഫോളോ ചെയ്തിരിക്കുന്നത് കോസ്റ്റ് മെത്തേഡ് ആയിരിക്കാം, കോസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില മെത്തേഡ്സ് ചേഞ്ച് ഉള്ളതുകൊണ്ട് പോകുമ്പോൾ എന്താണ് അവിടെ ഒരു ഈക്വാലിറ്റി വരുന്നില്ല. അപ്പൊ റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് സൈസ് ഓർ നേച്ചർ ഓഫ് ബിസിനസ്. അപ്പൊ ബിസിനസിന്റെ സൈസും നേച്ചറും എന്താവാം? ഡിഫറെന്റ് ആവാം. വേരിയേഷൻസ് ഇൻ ഇൻഡസ്ട്രി, സ്കെയിൽ ഓഫ് ബിസിനസ് മോഡൽ ക്യാൻ കോസ് റേഷ്യോ ഡിഫറൻസസ് ആൻഡ് റിലേറ്റഡ് ടു പെർഫോമൻസ്. ഇപ്പൊ ഈ ഒരു സംബന്ധിച്ചോളം എന്താണ് സിറ്റി ഫിറ്റ് കമ്പനി എന്താണ് കൂടുതലായിട്ട് എന്താണ് ഫിസിക്കൽ സോഴ്സ് ആണ് അവർക്കുള്ളത്. പക്ഷെ നമ്മുടെ വോക്സ്റ്റെക് കമ്പനി എന്താണ് ഇപ്പം ഇ കൊമേഴ്സിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ബിസിനസ് മോഡൽ അവരുടെ എന്താണ് അവർ ഒരാൾ ഓൺലൈനിലും ഒരാൾ ഓഫ്ലൈനിലും ആണ്, ഒരാൾ ഫിസിക്കൽ സ്റ്റോറിലും ആണ്. അപ്പൊ അങ്ങനെയുള്ള ചില ചേഞ്ചസും നേച്ചർ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ സൈസ് ഓഫ് ബിസിനസ്സിലൊക്കെ ഡിഫറൻസ് ഉള്ളത് റേഷ്യോ കമ്പാരിസണിൽ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡാറ്റന്റെ ബേസ് ചെയ്താണ് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് പാസ്റ്റ് ഇയറിലുള്ള ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡാറ്റന്റെ ബേസ് ചെയ്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും എന്തല്ല നമ്മുടെ ഫ്യൂച്ചർ വാല്യൂസോ അല്ലെങ്കിൽ നമ്മുടെ കറന്റ് വാല്യൂസ് യൂസ് ചെയ്തിട്ടില്ല. റേഷ്യോസ് യൂസ് പാസ്റ്റ് ഫിഗേഴ്സ് ആൻഡ് മേ നോട്ട് റിഫ്ലക്ട് കറന്റ് കണ്ടീഷൻസ് ഓർ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. അപ്പം അതുകൊണ്ടാണ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റയും എന്താണ് ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. ദെൻ ലാസ്റ്റ് പോയിന്റ് പോസിബിൾ മാനിപ്പുലേഷൻ. പോസിബിൾ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനിപ്പുലേഷന് ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് വിൻഡോ ഡ്രസ്സിംഗ്. വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ മാനിപ്പുലേഷൻ നടത്താം. എന്തിനാണ് ഈ മാനിപ്പുലേഷൻ നടത്തുന്നത്? കമ്പനീസ് മേ അഡ്ജസ്റ്റ് ഫിഗേഴ്സ് നിയർ ഇയർ എൻഡ് ടു മേക്ക് റേഷ്യോസ് ലുക്ക് ബെറ്റർ റെഡ്യൂസിങ് റിലയബിലിറ്റി. എന്താണ് അവർ റേഷ്യോസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാം? ചില മാനിപ്പുലേഷൻസ് വരുത്താം. മാനിപ്പുലേഷൻ വരുത്തി പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ആയിട്ട് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓപ്പറേറ്റീവ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ആയിട്ട് കാണിക്കും. അങ്ങനെ ROCE ഇൻക്രീസ് ചെയ്ത് കാണിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാനിപ്പുലേഷൻസ് റേഷ്യോസിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ ഇതാണ് റേഷ്യോ അനാലിസിന്റെ ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ 20 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾ ആദ്യം പ്രോഫിറ്റ് കാൽക്കുലേഷൻ നടത്തി, അതുപോലെ തന്നെ രണ്ടാമത് എന്ത് ചെയ്തത് നമ്മൾ അത് അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്തു. മൂന്നാമത് റേഷ്യോ അനാലിസിന്റെ റേഷ്യോന്റെ നമ്മുടെ ലിമിറ്റേഷൻസ്, അനാലിസിന്റെ ലിമിറ്റേഷൻസ് 4 പോയിന്റ് നമ്മൾ എഴുതി. അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യണം?
റീസൺസ് സ്റ്റേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്റർപ്രിറ്റേഷൻ സമയത്ത് കൃത്യമായിട്ട് റീസൺസ് സ്റ്റേറ്റ് ചെയ്യണം. റേഷ്യോ ചെയ്യുന്ന സമയത്ത്, കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷൻസ് വർക്കിങ്സ് കൃത്യമായിട്ട് കാണിക്കണം, സ്റ്റെപ്പ് അവർക്ക് കാണണം. അതുപോലെ തന്നെ പാർട്ട് സിയിൽ അവർക്ക് കൃത്യമായി പോയിന്റ് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. 4 പോയിന്റ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ മാർച്ച് എക്സാമിന്റെ മോക്ക് എക്സാമിന്റെ സി സെക്ഷനിലെ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റിന്റെ ഡീബ്രീഫിംഗ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.